ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്. ഏകദേശം സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിയാന്നത്തെ അതേ ഒരു രീതിയായിരുന്നു ഇന്നലത്തെ തന്നെ. കുറെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആക്ച്വലി ഇപ്പോ ഇന്നലെ മിനിയാന്ന് ചെയ്ത അതേ രീതിയിൽ നമ്മള് ഹോളികളെ കഴിയുമ്പോഴത്തേക്കിന് വൈകുന്നേരം 6 മണിയായി. പിന്നെ ഞാൻ ഡെയിലി നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ ചെയ്തു. പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാന്ന് വിചാരിച്ചു. എല്ലാം ക്യാൻസലായി. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയത് എനിക്കിപ്പോ 4 മണിക്ക് ശേഷമാണ്. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ പ്രത്യേകിച്ച് ഇനിയിപ്പോ ടൗണിലൊന്നും പോകുന്നില്ല. ഷോപ്പിംഗ് എല്ലാം ക്യാൻസൽ ചെയ്തു. മടിയാവുന്നു പോകാൻ വേണ്ടിയിട്ട്. വണ്ടി എടുത്തിട്ട് പോണം. പിന്നെ മക്കള് മാത്രമല്ല, മക്കള് പോണം എന്ന് പറഞ്ഞിട്ട് സ്കൂള് തുടങ്ങാനായില്ലേ. അപ്പൊ അല്ലറ ചില്ലറ സാധനങ്ങള്, പെന്ന്, പെൻസില്, ബോക്സ്, അങ്ങനെ ഇങ്ങനെ പൗച്ച്, ആ സാധനമൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചാണ്. അപ്പൊ മക്കള് എന്റെ വീട്ടിൽ പോയി. എന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ അച്ഛനച്ഛൻ വീട്ടിൽ പോയി. അതുകൊണ്ട് ഇനി ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു. പിന്നെ എനിക്കിപ്പോ നാളെ രാവിലെ പുലർച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എന്റെ കസിന്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. വീടെന്ന് വെച്ചാൽ കോഴിക്കോടാണ്. അപ്പൊ മോർണിംഗ് ഞാനൊരു 4 മണിക്ക് പുറപ്പെടും ഇവിടുന്ന്. അപ്പോ രാവിലെ പോയിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി നമ്മളെ ജോലി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരും. അപ്പൊ അതിലുള്ള ചെറിയ ചെറിയ ഡ്രസ്സും കാര്യങ്ങളും ഞാൻ എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ സമയം കിട്ടാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ വീട്ടില് ഞാനും എന്റെ ഹസ്ബൻഡും മക്കളും പിന്നെ മാമനും കൂടിയിട്ട് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും. അപ്പൊ 2 കാറിലാണ് പോകുന്നത്. അപ്പോ നമ്മുടെ കാർ അവിടെ ഇങ്ങനെ പൊടി കൂടി കിടക്കുകയാണ്. എന്താ വെച്ചാൽ കാർ അങ്ങനെ എടുക്കാറില്ല, കുറവാണ് എടുക്കാറ്. എന്ന് വെച്ചാൽ ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പോകും. പിന്നെ പ്രസാദൻ ഓട്ടോ എടുത്തിട്ട് പോകും. ഓട്ടോ ആണ് കംഫർട്ടബിൾ. അത് പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാറ് എടുക്കാറുള്ളൂ. അപ്പൊ എടുക്കാതെ കുറച്ച് ദിവസം, പക്ഷെ കുറച്ച് ഒരു 2-3 ദിവസം തന്നെ പൊടി പിടിക്കും. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യണം. കാറൊന്ന് മൊത്തത്തിലൊന്ന് കഴുകണം. പുറമെ മാത്രമേ ഞാൻ കഴുകുന്നുള്ളൂ. അപ്പൊ ഒന്ന് കഴുകിയിട്ട് വരാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സമയം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ കഴുകിയില്ലെങ്കിൽ രാത്രിയാവും. അപ്പൊ കുറച്ച് നേരത്തെ കിടക്കണം. കാരണം രാവിലെ നമ്മളെ ഡ്യൂട്ടി കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം പോണെങ്കിൽ. അപ്പൊ നമ്മള് 4 മണിക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാറൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഞാൻ പറയാം. ഇപ്പോ സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ചായ കുടി കഴിഞ്ഞു, കുളി കഴിഞ്ഞു, പിന്നെ കാറൊക്കെ കഴുകി കഴിഞ്ഞു, റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരത്തെ കിടക്കണം. കാരണം വെച്ചാൽ മോർണിംഗ് പോകാനുള്ളത് കൊണ്ട്. ഇപ്പം ഇവിടെ ഇപ്പൊ രാവിലെ എന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല. മക്കള് അവര് വന്നിട്ടുണ്ട്. അവരെ കൂടെ എന്റെ അച്ഛന്റെ കൂടെ കുഞ്ഞുവാവ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞുവാവരെ കുറച്ച് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് രാവിലെ ഇപ്പോ 4:15 കഴിഞ്ഞു, 4:30 ആവാൻ പോകുന്നു. അപ്പൊ ഞാൻ പുറപ്പെട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ പോകുന്ന വഴി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോക്കാം. ഇപ്പൊ ഞാൻ കോഴിക്കോട് കസിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കസിനെല്ലാം കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് നമ്മള് കോഴിക്കോട് സൺഡേ മാർക്കറ്റിൽ പോവാണ്. അപ്പൊ അവിടെ ഒന്ന് നോക്കിയിട്ട്
അവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. കസിന് ഇവിടെ അമ്പലത്തിൽ മേൽശാന്തിയാണ്. നമ്മൾ അമ്പലത്തിന്റെ മുമ്പിലായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. രാജി പിന്നെ അവരുടെ വൈഫാണത്. പിന്നെ നമ്മളിപ്പോ എന്റെ അനിയന്റെ വൈഫിന്റെ ഏട്ടന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അവരും അങ്ങനെ മേൽശാന്തിയാണ്, അമ്പലത്തിൽ പൂജയാണ്. അപ്പൊ അവിടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് സൺഡേ മാർക്കറ്റിലൂടെ പോവാം. അപ്പോൾ ഇതാണ് സൺഡേ മാർക്കറ്റ്. സൺഡേ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു 2 കിലോമീറ്ററിനോളം നടക്കാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഭാഗം ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഇപ്പം ഇതുപോലെ പുറമേ വെക്കുന്ന ഡ്രസ്സും പിന്നെ ചെരുപ്പ് പിന്നെ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം. നമ്മളിപ്പോൾ ഒരു വശത്തു കൂടി പോയിട്ട് അപ്പുറത്തെ വശത്തു കൂടി വന്നതാണ്. ഏകദേശം 1-2 കിലോമീറ്ററിനോളം ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷെ പിന്നെയും തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. ഓരോരോ സൈഡിലായിട്ട് കുറച്ച് ബാലൻസ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ വെറുതെ നോക്കിയിട്ട് പോയിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. ഒരു ഡ്രസ്സോ മറ്റോ ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഫുള്ള് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം എല്ലാം പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും. വലിയ കുറവൊന്നുമല്ല, എന്നാലും കുറവാണ്. ചില ദിക്കിൽ നല്ല കുറവാണ്, ചില ദിക്കിൽ കുഴപ്പമില്ലാത്ത റേറ്റ്, പിന്നെ ദിക്കിൽ കുറച്ച് കൂടുതലാണ്. ആ രീതിയിൽ മിക്സഡ് ആയിട്ടാണ് ഉള്ളത്. ഭയങ്കര ഇപ്പോൾ നമ്മൾ പോകുന്ന സമയം ഒരു 10 മണി ആയതുകൊണ്ട് ആൾക്കാർ ഇത്തിരി കുറവാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാരായിരിക്കും. പിന്നെ ഇനി നമ്മൾ പോകുന്നത് അനിയൻ്റെ വൈഫിൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ തിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ കസിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ്ങിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ ആ ബോട്ടിങ്ങൊക്കെ കണ്ടു നോക്കാം. ഭയങ്കരമായിട്ടുള്ള ബോട്ടിങ്ങാണ് കേട്ടോ, നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് 2 സൈഡുമായിട്ട് പുഴയും നല്ല അടിപൊളി സ്ഥലമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ. അപ്പോൾ ആ ബോട്ടിങ് കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഭയങ്കര വലിയൊരു ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഇരുന്നിട്ടുള്ളതെന്ന് വിചാരിക്കരുത്. നമ്മൾ സാധാരണ ബോട്ടിലാണ് ഇരുന്നിട്ടുള്ളത്. നമ്മൾ ചവിട്ടി കാലിന്റെ അടപ്പൂരിപ്പോയി. ഇത് കണ്ടോ, ഈ കാലുകൊണ്ട് ഈ പെഡൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകണം. ഇതുപോലെ നമ്മൾ ചവിട്ടി കൊടുക്കണം, എന്നാലേ ഈ ബോട്ട് മുമ്പോട്ട് പോവുള്ളൂ. ഇത് നമ്മള് ഹൗസ് ബോട്ടൊന്നും അല്ല കേട്ടോ, പെഡൽ ബോട്ട്. പക്ഷെ കാണാൻ ഭയങ്കര രസമാണ്. അതേപോലെ നിങ്ങളെ എന്റെ ബാക്കിൽ കാണുന്നില്ല കാഴ്ചകളൊക്കെ. അപ്പൊ ഞാനും ചേട്ടനും കൂടി ഒന്നിച്ചു പോവാം. ഇവിടെ നല്ല രസമാണ്, ബാക്ക് സൈഡ് കാണാൻ നല്ല രസമാണ്. പക്ഷെ എന്താ വെച്ചാൽ കാല് ചവിട്ടാൻ ഇത്തിരി പാടാന്നല്ലോ, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. കയറാൻ ഒരു ബോട്ടിന് 100 രൂപയാന്ന് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് ഇത് പൈസ കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എത്ര റേറ്റ്. ഇനിയിപ്പോൾ ഈ ബോട്ടിങ് കൂടി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കസിൻ്റെ വീട്ടിലേക്ക് ഒന്നുകൂടി പോയിട്ട് നേരെ നമ്മൾ തിരികെ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഇനിയും കൂടി ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് പുലരും. അതുകൊണ്ട് ഇനി ഇവിടെ തന്നെ ഇപ്പം തന്നെ എത്തുമ്പോഴത്തേക്കിനും സമയം ഏകദേശം 11:30-12 മണിയൊക്കെ ആവും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഞാൻ വേറൊരു കുറച്ച് ക്ലിപ്പ് കൂടി ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏച്ചിയുടെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ രീതിയിലുള്ള സ്റ്റൈലൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പെണ്ണിനെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തതാണ്, ഈ രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഫോട്ടോന് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുവാണ്. ഈ മൊത്തം ഫുള്ള് ഡ്രസ്സ് ചെയ്ത് ഞാനും ഹസ്ബൻഡിൻ്റെ അനിയത്തിയും പിന്നെ 2-3 പേരും കൂടിയിട്ടാണ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ രീതി വേണം നമ്മൾ, ഈ രീതി തന്നെ സ്റ്റൈലിൽ വേണമെങ്കിൽ വേറെ വേറെ ആയിട്ട് മാറ്റാൻ കുഴപ്പമില്ല. പിന്നെ സാരീൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഡബിൾ വേസ്റ്റ് ഈ രീതിയിൽ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം.
ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മുടെ ഡ്രസ്സ് ഈ രീതിയിലൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്